വിദ്യാഭ്യാസ മന്ത്രിക്ക് SDPI നേതാവിൻ്റെ സ്വരമാണ് ആളുകൾക്ക് ബോധ്യമാകുന്നത്. ആ വിഷയത്തിൽ എന്താണോ SDPI മുമ്പോട്ട് വെച്ച നിലപാട്, അതേ നിലപാട് ആവർത്തിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും എന്താണ് എന്ന് മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയാതെ പോയി എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. യൂണിഫോമുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിരവധി കോടതികളുടെ വിധികളുണ്ട് എന്നുള്ളത് ശിവൻകുട്ടിക്ക് അറിയാത്തതാണോ? ആ വിധികൾ അദ്ദേഹം ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ആ വിധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കണ്ടേ? അതൊന്നും അറിയാതെ എങ്ങനെയാണ് SDPIയുടെ വാദമുഖങ്ങളെ ഏറ്റുവാങ്ങാൻ, അത് ഏറ്റെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സാധിക്കുക? എന്തടിസ്ഥാനത്തിലാണ് വിദ്യാലയത്തോട് വിശദീകരണം ചോദിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറായത്? സ്കൂൾ അധികൃതർക്ക് ന്യായമായി ഉള്ള ചില അധികാരങ്ങളും അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ഏതെങ്കിലും ഒരു മതസംഘടനക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടതാണോ? കേരളത്തിലെ SDPI ഉയർത്തുന്ന വിഭജന രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടതാണോ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം? അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന SDPI നേതൃത്വത്തിനു വേണ്ടി നടത്തിയിട്ടുള്ളതാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ മുസ്ലിം മതമൗലികവാദ ശക്തികളും തീവ്രവാദ ശക്തികളും തങ്ങളുടെ രഹസ്യ അജണ്ടയ്ക്കുള്ള വേദിയാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനെ നിയമപ്രകാരം ചെറുക്കാൻ ബാധ്യതയുള്ളൊരു വ്യക്തിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതിനു പകരം പ്രശ്നം കൂടുതൽ വഷളാക്കാൻ SDPIക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളെ മതസാമുദായിക ശക്തികളുടെ മേച്ചിൻപുറങ്ങളാക്കി മാറ്റാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുടപിടിക്കുകയാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. CPMൻ്റെ നേതാക്കന്മാർ ആയിട്ടുള്ള ആളുകൾ ഇത്തരം നിലപാടുകളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ കലുഷിതമാക്കിയത്. നമുക്കെല്ലാവർക്കും തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാസ്റ്റർ അനുഭവം ഓർമ്മയുണ്ട്. ഇതുപോലൊരു വിഷയം അവിടെ വന്നപ്പോൾ ആ അധ്യാപകനെ സംരക്ഷിക്കാനായിരുന്നു അന്ന് സർക്കാർ തയ്യാറാകേണ്ടത്. പക്ഷേ ജോസഫ് മാഷെ ന്യായീകരിക്കാനോ അദ്ദേഹത്തെ സംരക്ഷിക്കാനോ അല്ല അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറായത്. ജോസഫ് മാഷിക്കെതിരായിട്ട് അന്ന് NDF ഉയർത്തിയിട്ടുള്ള ഭീഷണിയെ ന്യായീകരിക്കുകയാണ് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള MA ബേബി ചെയ്തത്. MA ബേബിയുടെ പ്രസ്താവനയുടെ പിന്നാലെയാണ് ജോസഫ് മാഷിനെ കൈവെട്ടാൻ അന്ന് മുസ്ലിം തീവ്രവാദ ശക്തികൾ തയ്യാറായത്. സമാനമായ രീതിയിൽ എറണാകുളത്ത് വിദ്യാലയത്തിനകത്ത് വന്ന് പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും ഒക്കെ ഭീഷണിപ്പെടുത്തി കലാപന്തരീക്ഷം സൃഷ്ടിക്കാൻ തയ്യാറായിട്ടുള്ള SDPI നേതാക്കന്മാരെ ന്യായീകരിക്കുക വഴി MA ബേബി ചെയ്തിട്ടുള്ള അതേ കാര്യം ശിവൻകുട്ടിയും ആവർത്തിക്കുകയാണ്. അന്ന് NDFനെ MA ബേബി ന്യായീകരിച്ചുവെങ്കിൽ ഇന്ന് SDPIയെ ശിവൻകുട്ടി ന്യായീകരിക്കുകയാണ്. ജോസഫ് മാഷ്ക്കെതിരായി NDF നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ അന്ന് MA ബേബി ന്യായീകരിച്ചപ്പോൾ അതിൻ്റെ പരിണതഫലമുണ്ടായത് ഒരു അധ്യാപകൻ്റെ കൈ നഷ്ടപ്പെടുകയാണ്. ഇനി എറണാകുളത്ത് എന്താണ് ഉണ്ടാകാൻ വേണ്ടി പോകും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ശിവൻകുട്ടി ഇക്കാര്യത്തിൽ നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം. SDPIക്ക് കുടപിടിക്കുന്ന സമീപനവും സമ്പ്രദായവും അവസാനിപ്പിക്കണം. മുസ്ലിം മതമൗലികവാദ ശക്തികൾക്ക് കയറിയിറങ്ങാനുള്ള സ്ഥലമല്ല, അവരുടെ മതപരമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാനുള്ള സ്ഥലമല്ല കേരളത്തിലെ വിദ്യാലയങ്ങളെന്ന് ശിവൻകുട്ടി തിരിച്ചറിയണം. അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ളവർക്ക് പറയാൻ തയ്യാറാകണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് യൂണിഫോം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിക്കുന്ന അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ശിവൻകുട്ടി BJP ആവശ്യപ്പെടുകയാണ്.